ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ തായ്ലൻഡിൽ നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ്. ഇത് ഡാമ്യൂ സഡോക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് ആക്ച്വലി ഞങ്ങളൊരു പാക്കേജ് എടുത്തിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. ക്ലൂക്ക് വഴി എടുത്തതാണ് ഈ പാക്കേജ്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റുണ്ട്, പിന്നെ ഒരു ട്രെയിനിൻ്റെ ഒരു മാർക്കറ്റുണ്ട്, പിന്നെ വരുന്നത് ഏൻഷ്യൻ്റ് സിറ്റി. ഈ 3 സ്ഥലങ്ങളാണ് നമുക്ക് ഈ ഒരു പാക്കേജിൽ വരുന്നത്. അപ്പോൾ പാക്കേജിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ വരാൻ ആരോടും സജസ്റ്റ് ചെയ്യില്ല. ആക്ച്വലി ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് തീരെ ഇഷ്ടമായില്ല. എന്താണെന്ന് വെച്ചാൽ ഒട്ടും വൃത്തിയില്ലാത്ത സ്ഥലം, പിന്നെ മൊത്തത്തിലൊരു സുഖമില്ല, ഒരു കാണാൻ ഒരു രസമില്ല. നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് അവിടെ പോകേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറെയും ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ് ഉണ്ട്, പട്ടായയിലുണ്ട്, വേറെയും ഇഷ്ടംപോലെ ഉണ്ട്. അവിടെ ചിലപ്പോൾ നല്ലതായിരിക്കും. ഇത് ആണ് ഒതൻറ്റിക് ലോക്കൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ തീരെ ഒരു സുഖമില്ലായിരുന്നു. പിന്നെ വേറൊരു നെഗറ്റീവ് കണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ഈ ബോട്ടിങ്ങിന് പോകുമ്പോൾ ഇങ്ങനെ ആളുകൾ വന്ന് ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറയും. അത് അവർ നമ്മളിങ്ങനെ ഒരുമാതിരി വല്ലാണ്ട് കൺവിൻസ് ചെയ്യാൻ നോക്കും. അപ്പോൾ ആ പറയുന്ന അവർ റേറ്റ് ആണെങ്കിലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിലും 2 ഇരട്ടി 3 ഇരട്ടി റേറ്റൊക്കെയാണ് അവർ പറയുക. നമ്മൾ ഒരു കാരണവശാലും ഇവിടെ നിന്നൊന്നും കഴിക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ വെള്ളമൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ അത് ഒട്ടും ഹൈജീനിക് അല്ലാത്തൊരു സംഭവമാണ്. അടുത്തത് നമ്മൾ പോയത് മെക്ലോങ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ അവിടെ ചെന്ന ഉടനെ തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്തെങ്കിലും കഴിക്കാനുള്ളത് തോന്നിയതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ ആദ്യം കാണുന്ന ഒരു കഫേ, ആക്ച്വലി അത് മാത്രമേ നല്ലതുള്ളൂ അവിടെ, കുറച്ച് നല്ല കഫേ ആയിട്ട് തോന്നിയ ഒരെണ്ണത്തിൽ കയറി കുറച്ച് ഫുഡൊക്കെ കഴിച്ചു, ഡ്രിങ്കൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയത്. അപ്പോൾ ഇതൊരു ലോക്കൽ മാർക്കറ്റിൻ്റെ ഇടയിൽ കൂടി ട്രെയിൻ പോകും. അപ്പോൾ ആ ട്രെയിൻ കറക്റ്റ് വരാറാവുമ്പോൾ ഇവർ ആ മാർക്കറ്റിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് പറക്കി വെച്ച് കറക്റ്റ് ആ ട്രെയിൻ പാസ് ചെയ്ത് കഴിയുമ്പോൾ ഇവർ വീണ്ടും തിരിച്ച് അതേപോലെ വയ്ക്കും. ഇതേപോലത്തെ ഒരു സെയിം മാർക്കറ്റ് വിയറ്റ്നാമിലും ഉണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കണം എന്നൊന്നും ഞാൻ പറയില്ല, റേറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ആക്ച്വലി ഞങ്ങൾ കോക്കനട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചായിരുന്നു. അതൊക്കെ നല്ല ടേസ്റ്റാണ്. കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. മറ്റേ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ പോലെ അത്ര അൺഹൈജീനിക് ആയിട്ടുള്ളൊരു സെറ്റപ്പായിട്ട് തോന്നിയില്ല. പിന്നെ പറയുവാണെങ്കിൽ ഇവിടെ ട്രെയിൻ മാർക്കറ്റ് ആയതുകൊണ്ട് ഇവിടെ ട്രെയിൻ വന്നതിന് എല്ലാ സമയത്തൊന്നും ട്രെയിൻ വരില്ല. അപ്പോൾ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ട്രെയിനിൻ്റെ ടൈമൊക്കെ അന്വേഷിച്ച് വെച്ചിട്ട് മാത്രം പോവുക. കറക്റ്റ് ട്രെയിൻ വന്നതിന് ഒരു ½ ആൻ അവർ മുമ്പെങ്കിലും എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോക്കൽ മാർക്കറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. അത് കഴിഞ്ഞ് കറക്റ്റ് ട്രെയിൻ വരാറാവുമ്പോൾ നല്ല ക്രൗഡഡ് ആയിരിക്കും. എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിട്ട് ട്രെയിൻ നമ്മുടെ തൊട്ടടുത്തേക്ക് കൂടിയാണ് പോവുക. അത് എന്തായാലും ഒരു വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും നല്ല ഇഷ്ടമായി ഈ ഒരു എക്സ്പീരിയൻസ്.
നമ്മളിവിടെ ഒരു 1 അവറോളം സ്പെൻഡ് ചെയ്തു. ഇനി നമ്മൾ പോകാൻ പോകുന്ന ഏൻഷ്യൻ സിറ്റിയിലേക്കാണ്. അപ്പം ഞങ്ങൾ നട്ടുച്ച ടൈമിൽ ഏൻഷ്യൻ സിറ്റിയിലെത്തി. ഭയങ്കര വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ വെയിലാണ്. അപ്പോൾ വരുമ്പോൾ കുടയും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ലത്. അപ്പോൾ കുട പിടിച്ച് നടക്കാം. പിന്നെ വേറൊരു കാര്യം നോക്കാനാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഒന്നുമില്ലെങ്കിൽ നടന്ന് കാണാം ഫുള്ള്, അല്ലെങ്കിൽ ബഗ്ഗി വിളിച്ചിട്ട് ബഗ്ഗിയിൽ നമുക്ക് ഓടിച്ചു പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവൈലബിൾ ഉള്ളത് സൈക്കിള്. അപ്പം ഞങ്ങൾ പിന്നെ മറ്റേ ടെമ്പോ ട്രാവലർ ആ ഇതിൽ വന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമുണ്ടായില്ല. ഞങ്ങളെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി കാണിക്കുമായിരുന്നു. അല്ലാണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് വരാനാ പ്ലാനെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നടക്കാൻ ഉദ്ദേശിക്കരുത്. എന്താണെന്ന് വെച്ചാൽ കണ്ടമാനം ഏരിയ ഉണ്ട്. സോ അപ്പോൾ നടന്ന് കാണൽ അതും ഈ വെയിലത്ത് ഒട്ടും പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കില്ല. സൈക്കിളും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഏറ്റവും നല്ല ഓപ്ഷൻ ബഗ്ഗി ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും വെഹിക്കിൾ കയറ്റാവുന്ന എന്തെങ്കിലും സെറ്റപ്പിൻ്റെ അന്വേഷിച്ച് നോക്കണം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇങ്ങനെ തായ്ലൻഡ് കൾച്ചർ റിലേറ്റഡ് ബിൽഡിങ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. പിന്നെ ഞങ്ങൾ ചെന്ന ടൈമിൽ ഒരു ഷോ നടക്കുന്നുണ്ടായി. അത് അവിടെ തായ്ലൻഡിൻ്റെ അവരുടെ കൾച്ചറൽ ബേസ്ഡായ ഡാൻസും പിന്നെ മുവാത്തായി എന്ന് പറഞ്ഞാൽ ഫൈറ്റിംഗ് ഇതൊക്കെയാണ് അവിടെ നടന്നിരുന്നത്. അപ്പോൾ ആ ഷോ എപ്പോഴും ഇല്ല. പിന്നെ അതിനും എക്സ്ട്രാ ടിക്കറ്റിൽ നമ്മൾ ആഡ് ചെയ്യണം. അപ്പം ഞങ്ങളുടെ ടിക്കറ്റിൽ ഞങ്ങൾ എല്ലാ ബിൽഡിങ്സും കാണാനും പ്ലസ് ഈ ഒരു ഷോയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായി. പിന്നെ നമ്മളെത്തി ഒരു 1/2 hour കഴിഞ്ഞപ്പോൾ ഒരു ഷോ നടക്കുന്നുണ്ടായി. അപ്പം ഞങ്ങളത് കയറി കണ്ടു. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഷോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങൾ കുറച്ച് നേരം കൂടി ഓരോ ബിൽഡിങ്ങൊക്കെ കണ്ടു. കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ഏൻഷ്യൻ സിറ്റിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ബാങ്കോക്കിൽ ഹോട്ടലിലെത്തിയപ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആയിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾ വേഗം റെഡി ആയിട്ട് മോണോ റെയിൽ പിടിച്ച്, അപ്പോൾ മോണോ റെയിൽ ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. മോണോ റെയിൽ പിടിച്ചിട്ട് നേരെ ഐക്കൺ സിയാം മാളിലേക്കാണ് പോയത്. ഇത് നമ്മുടെ തായ്ലൻഡിലെ തന്നെ ഏറ്റവും വലിയ മാളായിട്ട് വരും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ലക്ഷറി ബ്രാൻഡുകളുടെ ഷോപ്പുകളുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഈ ഫുഡ് സ്ട്രീറ്റ് പോലെയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് പക്ക തായ്ലൻഡിൻ്റെ പല പല റീജിയണിൻ്റെ അതേപോലെ അറേഞ്ച് ചെയ്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കൈൻഡ് ഓഫ് തായ് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. അത്ര കോസ്റ്റ്ലി ഒന്നുമല്ല. അപ്പോൾ വെറൈറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ അതൊക്കെ കണ്ട് നല്ല രസമായിരുന്നു. പിന്നെ ഷോപ്പ് ചെയ്യണവർക്ക് ഷോപ്പ് ചെയ്യാം. ഭയങ്കര പൈസ കൂടിയ ഐറ്റംസും ഉണ്ട്. അതല്ലാണ്ട് അഫോർഡബിളായിട്ട് റേഞ്ചിലും നമുക്ക് ഷോപ്പ് ചെയ്യാൻ ഇവിടെ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് 9 മണിക്ക് ഐക്കൺ സിയാം മാളിൽ രാത്രി 9 മണിക്ക് നടക്കുന്ന ഒരു ഫൗണ്ടെയിൻ ഷോ ഉണ്ട്, ലൈവ് മ്യൂസിക്കൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ അടുത്ത പരിപാടിയായിട്ട് അത് കാണാനാണ് പോയത്. ഇത് നല്ല രസമുണ്ടായി. എന്താണെന്ന് വെച്ചാൽ തൊട്ട് അപ്പുറത്ത് നമ്മുടെ തായ്ലൻഡിലെ റിവറ് ചാവോ ഫ്രയ റിവറ് കാണാം. അതിൽ കൂടി ബോട്ടുകളൊക്കെ കാണാം. നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ദുബായിലൊക്കെ പോയവരാണെങ്കിൽ ഇത് കാണുമ്പോൾ അത്ര ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നില്ല. എന്താണെന്ന് വെച്ചാൽ ദുബായ് ഫൗണ്ടൻ്റെ ഒന്നും അടുത്ത പരിസരത്ത് എത്തണ പോലെ ഒന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. ബട്ട് സ്റ്റിൽ മൊത്തത്തിലുള്ള ആ വൈബും കളറുകളും ലൈറ്റും എല്ലാം കൊണ്ടും, പിന്നെ വെള്ളമൊക്കെ നമ്മൾ തൊട്ടടുത്തായിട്ടാണ് ഫൗണ്ടൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെള്ളമൊക്കെ നമ്മുടെ മേത്തേക്ക് തെറിക്കും. അപ്പോൾ അതൊക്കെ ഒരു നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു. ഇങ്ങനെ വെറുതെ നടന്നു. പിന്നെ മോളൊരു 10:30 ആകുമ്പോഴേക്കും ക്ലോസ് ആവും. സോ ആ ഒരു ടൈം ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. Lights went down when you feel lost in your shadow. Don't feel alone, don't scream so loud. We are living in this cruel world. Broken but strong, gotta move on. You're not a bakery of life. Equip my soul, find the real gold. I'll fulfill what I started.
ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് തായ്ലൻഡിൽ. അപ്പോൾ ഞങ്ങൾ പോയത് സ്പേസ് ആൻഡ് ടൈം ക്യൂബ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കേ, ബായ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.